ഒരു ടൂത്ത് ക്ലീനിങ് പ്രൊസീജിയറിന് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. അതാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് വെച്ചാൽ എൻ്റെ ഇനാമൽ നഷ്ടപ്പെടുമോ? ഒരിക്കലും നിങ്ങളുടെ ഇനാമൽ നഷ്ടപ്പെടുന്നില്ല. വളരെ സേഫ് ആയിട്ടുള്ള അൾട്രാസോണിക് വൈബ്രേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പല്ലിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്റ്റെയിൻസിനെയും കാൽക്കുലസിനെയും മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ. അതിൽ നമ്മുടെ ഒരിക്കലും നമ്മുടെ ഇനാമലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെന്ന് വെച്ചാൽ എനിക്ക് വേദന എടുക്കുമോ, എനിക്ക് സെൻസിറ്റിവിറ്റി എടുക്കുമോ? നോർമലായിട്ട് വേദനയും സെൻസിറ്റിവിറ്റിയും വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ചില കണ്ടീഷൻ ഓൾറെഡി നിങ്ങളുടെ ടൂത്തിൽ കേടുകളുണ്ട്, ഓൾറെഡി നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊരു വേദനയോ ഒരു സെൻസിറ്റിവിറ്റിയോ ഒക്കെ വരാം. പക്ഷേ ഒരു ടോപ്പിക്കലായിട്ടൊരു അനസ്തെറ്റിക് സ്പ്രേ ഒക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേന് എന്താണ് ആ ഒരു ബുദ്ധിമുട്ട് മാറി നമുക്ക് ക്ലീനിങ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചിലർ ചോദിക്കുന്നത് എത്ര സിറ്റിംഗ് വേണ്ടി വരും? റെഗുലർലി നമ്മൾ നോർമൽ പ്രൊസീജിയേഴ്സ് എല്ലാം ഒരു സിറ്റിംഗ് മതി. പക്ഷേ ചില കണ്ടീഷൻസ് നമ്മുടെ മോണയുടെ ആരോഗ്യം, എക്സ്റ്റെൻഡ് ഓഫ് ഡെപ്പോസിറ്റ്സ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ചില സമയങ്ങളിൽ നമുക്ക് 2-3 വിസിറ്റ് വരെ എടുക്കേണ്ട ആവശ്യം വരും. പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഇതൊരു പെർമനൻറ്റ് പ്രൊസീജിയറാണോ? ഒരിക്കലുമല്ല, ഇത് പെർമനൻ്റ് അല്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്തോറും നെക്സ്റ്റ് സെക്കൻഡ് ആഫ്റ്റർ ദ ക്ലീനിങ് നെക്സ്റ്റ് സെക്കൻഡ് മുതൽ തന്നെ പല്ലിൽ വീണ്ടും ഡെപ്പോസിറ്റ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റെഗുലർലി ആയിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു 6 മന്ത്സിൽ ഒരിക്കലും ഒരു ക്ലീനിങ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഇയർ ഒരു ക്ലീനിങ് നമ്മൾ പോകണം. പിന്നത്തെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചിലർക്ക് വിഷമം വരും, പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ പല്ല് വെളുത്തില്ലല്ലോ എന്ന്. ആക്ച്വലി പല്ല് വെളുക്കത്തില്ല, നിങ്ങളുടെ ഒറിജിനൽ ഷെയ്ഡ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷേ ടൊബാക്കോ സ്റ്റെയിൻസ് പോലെയുള്ള സ്റ്റെയിൻസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഷെയ്ഡ് ബ്രൈറ്റനായ പോലെ തോന്നും. പക്ഷേ ആക്ച്വലി അത് നിങ്ങളുടെ സ്വന്തം പല്ലിൻ്റെ നിറം തന്നെയാണ്. ഇനി പല്ലിൻ്റെ കളർ ബ്രൈറ്റൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടൂത്ത് ക്ലീനിങ് അല്ല അതിൻ്റെ പ്രൊസീജിയർ, ടൂത്ത് വൈറ്റനിങ്.